ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് രാവിലെ തന്നെ റെഡിയായി വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടുണ്ട്. ഒരു 30 ഡിഗ്രി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇന്നത്തെ ചൂട്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു കുഞ്ഞു ഡാമിലേക്കാണ്. അപ്പോൾ അവിടെ പോയി ഹംഗ്രി ജാക്സണിലത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് നടത്തി. കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുത്തു. ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ധാരാളം വേണമല്ലോ. കാര്യം നമ്മൾ ഡാം വെള്ളം കാണാനാണ് പോണെന്നുണ്ടെങ്കിലും അത് കോരി കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതേ നമ്മളൊരു 20-25 മിനിറ്റ് ഡ്രൈവിന് ശേഷം ഈ ബ്യൂട്ടിഫുൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. ഈ ഒരു ഏരിയയിലുള്ളവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഗൂഗോങ് ഡാം എന്നടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഇങ്ങനെ വെള്ളം ഇവര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നും പറയാനില്ല. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാ പാർക്കിലും ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനമാണ് കേട്ടോ. അതായത് നമുക്ക് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട്, ചിക്കനോ മീനോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഗ്രില്ല് ചെയ്തിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എവിടെ ഇടും എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ സ്ഥലം കാണാനായിട്ട്. അപ്പം ഞാനിത് വണ്ടിക്ക് അകത്തിരുന്നിട്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവുമോയെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിതേ ഈ ഡാമിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും. അപ്പോൾ ദേ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ വണ്ടി ഇടാൻ പോണത്. അപ്പോൾ ഒരുപാടൊന്നും നടക്കണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം രാവിലെ ആയിരുന്നുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്നു പോണ സ്ഥലമാണെന്നാണ് നമുക്ക് ലുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ കാച്ച്മെന്റ് ഏരിയ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫിഷിങ്ങിനുള്ള പെർമിഷനും കൂടി ഉണ്ട് കേട്ടോ. അതിന് ലൈസൻസ് വേണമെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരു ഫാമിലി അവിടെ ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ് എന്നൊക്കെ ഉള്ള ബോർഡുകളും വാർണിംഗ് സൈൻസും ഒക്കെ ഉണ്ട്. നമുക്ക് വെള്ളത്തിൽ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ ഇറങ്ങാൻ പറ്റില്ല. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അല്ലേ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവര് നല്ല നല്ല വൃത്തിയായിട്ടാണ് ഈ ഒരു ഏരിയ ഫുള്ള് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്രയും ആൾക്കാർ വന്നു പോണ സ്ഥലമാണെന്നുള്ളത് ഒരു വേസ്റ്റോ പേപ്പർ റാപ്സോ അങ്ങനെ ഒരു സാധനവും ഇതിന്റെ പരിസരത്ത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ജസ്റ്റ് നമുക്ക് പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. കാര്യം നമ്മുടെ അടുത്തുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നൊന്നും ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഒരു ഫാമിലി വന്നിട്ട് അവരവരുടെ സംഭവങ്ങളൊക്കെ ഇറക്കുകയാണ്. അപ്പൊ എല്ലാം സെറ്റായിട്ടാണ് ഇവർ വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭംഗി. അപ്പോൾ ഞങ്ങൾ ഏകദേശം പോവാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പോഴാണ് ഇവർ വരുന്നത് കണ്ടത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെന്താ ചെയ്യണമെന്നും കൂടെ നമുക്കൊന്ന് കാണാമെന്ന്. നിങ്ങളും ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അവര് ഫുൾ സെറ്റപ്പിലാണ്. ഇത് ഇങ്ങനത്തെ വണ്ടിയിൽ ഇതെല്ലാം എടുത്ത് കയറ്റി വെച്ച് അവര് ഫുള്ള് അവർക്ക് കുടിക്കാനുള്ള വെള്ളങ്ങളും പിന്നെ ഫുഡും അങ്ങനെ എല്ലാം അവര് ബാഗിലാക്കി. ഈവൻ ആ ഒരു ചെയർ കാണുന്നുണ്ടോ, ആ ചെയർ വരെ സെപ്പറേറ്റ് ആയിട്ടാണ്. എന്നിട്ട് അതിലത് സെറ്റ് ചെയ്തിട്ടാണ് അവര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. നല്ലൊരു എൻജോയ്മെന്റ് ആയിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് പേടിയാവും അല്ലേ. എനിക്കറിയില്ല മലയാളീസ് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ 1-2 ഇതുപോലത്തെ വെള്ളം സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എല്ലാവരുടെയും തന്നെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ അവരിതേ ഒരാള് അടുത്ത ആളിനെ ഉന്തി വിട്ടു. ആ പോകുന്നത് ഒരു ലേഡിയാണ് കേട്ടോ, ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. പിന്നെ അതിന്റെ പുറകെ ഇവർ രണ്ടുപേരും ഇറങ്ങുവാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് ഇവര് ആ ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെ ഞാൻ അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ആ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഒരു
ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവർ പുറത്തിറങ്ങി നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതേപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ ഇലയൊക്കെ ഇളകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നല്ല വെയിലുണ്ട്, വെയിൽ നമ്മുടെ തലയിലേക്ക് തന്നെ അടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കാറ്റുള്ളതുകൊണ്ട് അത്ര വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അടിപൊളി വൈബാണ്. ജസ്റ്റ് ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പം ഇത് ഗൂഗോങ് ഡാം ന്യൂ സൗത്ത് വെയിൽസിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഈ ഒരു അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ട് എന്ന് തന്നെ ഞാൻ പറയും. നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തു എന്ന് തോന്നത്തില്ല. അപ്പോൾ ദേ അവർ നന്നായിട്ട് തുഴഞ്ഞ് അങ്ങ് ദൂരേക്ക് പോയി. അപ്പോൾ ഞാൻ അവർ വന്ന വണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അതായത് അവർ ഒരു വലിയ നല്ലൊരു വണ്ടിയിൽ അതിൻ്റെ പുറകിലാണ് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതിൽ അവരുടെ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരങ്ങ് ദൂരോട്ട് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ നമ്മളും നമ്മളുടെ വണ്ടി എടുത്തിട്ട് പതുക്കെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്, ഒരു 3 മണി ആ ഒരു സമയമായിട്ടുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് വീണ്ടും ഒരു ഡാമിൻ്റെ കെട്ടുണ്ട്, അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും കൂടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ 2 സുന്ദര കുട്ടമ്പന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ സൂം ചെയ്തെടുത്തിട്ട് അത്ര ക്ലിയർ ആയില്ല. വേറെ ആരുമല്ല, നമ്മുടെ കങ്കാരൂസാണ്. അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല എനിക്ക്, അവർ കുറച്ച് ദൂരെ ഉള്ളിലേക്കായിരുന്നു. അപ്പോൾ ഇവിടെ അവരും കൂടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ ഇടയ്ക്കൊന്ന് തല കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അല്ലെങ്കിൽ ഞാൻ അവരെയും കൂടെ അതിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തിയേനെ ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ കങ്കാരൂസിനെയും കണ്ടു. അപ്പോൾ ഇതാണ് വേറൊരു സൈഡിൽ നിന്നുള്ളതിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇതൊരു ഡാമിൻ്റെ കെട്ട് പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഡാമിൻ്റെ കെട്ട് പോലെ. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിൽ വെള്ളം ഫില്ലായിട്ടുണ്ടെങ്കിൽ തുറന്നു വിടാനുള്ള ഒരു സംവിധാനമൊക്കെയാണ് കാണുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഈ ഡാമൊക്കെ വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി. അവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫിഷിങ് ഹോൾ ഇയർ ഓപ്പൺ ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് അതിൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ നിങ്ങളെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടെ, അതായത് നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് എടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരുപാട് സ്ഥലം, ഇത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. എന്നാലും നല്ല വൈബ്, നല്ല അടിപൊളി വൈബായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം.